നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്ന മന്ത്രി OJ ജനീഷ്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി. തൃശൂർ നഗരത്തിന്റെ അതീവ സുരക്ഷാ മേഖലകളിൽ ഡ്രോൺ പറത്തി. വിയൂർ അതീവ സുരക്ഷാ ജയിൽ, സെൻട്രൽ ജയിൽ, ഫയർഫോഴ്സ് അക്കാദമി, എഞ്ചിനീയറിംഗ് കോളേജ്, ചെമ്പൂക്കാവ് എന്നിവിടങ്ങളിലാണ് പുലർച്ചെ ഡ്രോൺ പറത്തിയത്. കുന്നംകുളം അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വെള്ളറക്കാട് സ്വദേശി വാസുവിന്റെ മകൻ തറമേൽ ഞാലിൽ വീട്ടിൽ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഒല്ലൂർ ESI ആശുപത്രിക്ക് സമീപം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. തലോർ ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന മാതാ ബസും തൃശൂരിൽ നിന്ന് തലോർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സുമംഗലി ബസുമാണ് കൂട്ടിയിടിച്ചത്. ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ പാർശ്വഭിത്തിയിൽ ലോറി ഇടിച്ച അപകടം. ഡ്രൈവർ പാലാ സ്വദേശി ജയന് നിസാര പരിക്കേറ്റു. പുനർനിർമ്മാണം പൂർത്തീകരിച്ച വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ സമർപ്പണം നടന്നു. ഗജവീരൻ എറണാകുളം ശിവകുമാർ കിഴക്കേ നട തള്ളി തുറന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ അന്തിക്കാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായ ആലപ്പാട് CHCയിൽ രോഗികൾ കാത്തിരിക്കുന്ന ഭാഗത്തെ സീലിംഗ് അടർന്നു വീണു. സംഭവ സമയത്ത് രോഗികളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ആളൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് DYFI SFI പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസ് ജീപ്പിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, മരിച്ച വിദ്യാർത്ഥി ജുവിൻ, ഗുരുതരമായ പരിക്കേറ്റ അനന്തകൃഷ്ണൻ എന്നിവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തൃക്കൂർ പൂണിശ്ശേരി 7ാം വാർഡിലെ ലക്ഷ്മിയുടെ ഉന്നതി ഇനി മുതൽ മൈത്രി നഗർ എന്ന പേരിൽ അറിയപ്പെടും. പഞ്ചായത്ത് അംഗം പ്രീവരൻ ചുണ്ടേലപ്പറമ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൂണിശ്ശേരി സമഗ്ര വികസന സമിതി യോഗമാണ് ഉന്നതിക്ക് പുതിയ നാമകരണം നടത്തിയത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മേഖലയിൽ ജലസ്രോതസ്സുകൾ നികത്താനും ദേശീയപാതയുടെ നിർമ്മാണത്തിനും ഉപയോഗിച്ച മണ്ണിൽ വൻതോതിൽ ഘനലോഹ മാലിന്യം കലർന്നതായ പരാതി. എടയാർ വ്യവസായ മേഖലയിൽ പൂട്ടിപ്പോയ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യമാണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ വ്യാപകമായി ഉപയോഗിച്ചത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരും തൃശൂർ സിറ്റി പോലീസും ചേർന്ന് തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. രാജൻ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കളക്ടറേറ്റിന് മുന്നിൽ ധർണ്ണ നടത്തി. KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും ഓപ്പറേഷൻ തൂഫാന്റെയും ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം കായിക പ്രേമികൾക്ക് ആവേശമായി. ഗുരുവായൂർ ACP V സുരേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം CMS PG സ്കൂളിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക P മഞ്ജു മാത്യു, മറ്റധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വിയൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീജിൻ ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡിന്റെ 16ാമത് ജില്ലാ സമ്മേളനം ഈ മാസം 27, 28, ജൂലൈ 4 എന്നീ ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ MLA രാജൻ പല്ലൻ നിർവഹിക്കും. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സഞ്ചരിക്കാൻ തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനം. ഡെപ്യൂട്ടി മേയർ A പ്രസാദിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിച്ചത്. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ച് സംസ്ഥാന ചാമ്പ്യന്മാരായ സീനിയർ പുരുഷ വനിതാ ടീം അംഗങ്ങളെയും സബ് ജൂനിയർ, ജൂനിയർ വനിതാ ടീം അംഗങ്ങളെയും ആദരിച്ചു. പത്മശ്രീ IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. 8ാമത് നവമലയാളി പുരസ്കാരത്തിന് സാമൂഹിക പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അർഹനായി. ഓഗസ്റ്റ് 9 സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ എലൈറ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി VJ ആന്റണി, സെക്രട്ടറി ടിൻഡോ ജോസ്, ട്രഷറർ TK സുബിൻ എന്നിവരാണ് പുതുതായി ചുമതലയേൽക്കുന്നത്. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ ജൂലൈ 7 ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. കളക്ടറേറ്റിൽ നടക്കുന്ന ശില്പശാല MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനം ചട്ടവിരുദ്ധമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉപയോഗിക്കാൻ അനുവദിച്ച സംഭവത്തിൽ BJP ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരങ്ങൾ നിർണായക ഘട്ടത്തിൽ.
നോക്കൌട്ട് ഉറപ്പിച്ച ഫ്രാൻസും നോർവേയും രാത്രി 12:30 ഏറ്റുമുട്ടും. സെനഗൽ ഇറാഖ് പോരാട്ടവും ഇതേ സമയത്താണ്. അതേസമയം നാളെ പുലർച്ചെ 5:30 സൗദി അറേബ്യ കാബോ വെർദയെ നേരിടും. യുറുഗ്വായ് സ്പെയിൻ പോരാട്ടവും ഈ സമയത്ത് നടക്കും. രാവിലെ 8:30 ന്യൂസിലൻഡ് ബെൽജിയത്തെയും ഈജിപ്ത് ഇറാനെയും നേരിടും. ഏങ്ങണ്ടിയൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന MA സീബുവിനെ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ജോൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകളും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരവും ലഭിച്ചു. സെന്റ് തോമസ് HSS വല്ലച്ചരയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ AJ പ്രിൻസി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി വിരുദ്ധ ദിനത്തിൽ മൺവര ക്യാമ്പിന് വേണ്ടി കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നും തൃശൂരിലെത്തിയ 40-ൽ പരം കുട്ടികളും രക്ഷകർത്താക്കളും ലഹരി വിരുദ്ധ ശില്പത്തിനു മുൻപിൽ പ്രതിജ്ഞ ചെയ്തു. തൃശൂർ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ മുൻ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രതകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പഴയന്നൂർ പോലീസ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.